ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു സൈഡ് ഡിഷാണ്. അതായത് നമുക്ക് ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ കൂടെയും ചിപ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു സ്പൈസി ബീട്രൂട്ട് മിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് തീരെ ചെറിയ ബീട്രൂട്ടിൽ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബീട്രൂട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ബീട്രൂട്ട് മതിയാവും. ഒരുപാട് ബീട്രൂട്ടിൻ്റെ അളവ് കൂടാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ നമുക്കിതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് വെള്ളം എല്ലാം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി ഒന്ന് സമയം കൊടുക്കണം. ഒരു 30 സെക്കൻഡിൽ കൂടുതലാകുമ്പോഴത്തേക്കും തന്നെ തിളച്ച് തുടങ്ങിക്കോളും. കാരണം വേറെ 1.5 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്കുള്ളൂ. ഫ്ലെയിം ഈ സമയം നമുക്ക് ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് നിന്ന് തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിലാണ് 4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 വെളുത്തുള്ളി അല്ലിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്. അപ്പോൾ ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും ചേർക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു 2 പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളമെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റുന്നത് വരെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ബീട്രൂട്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു സമയം വരെയും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഫ്ലെയിം ഞാൻ മീഡിയത്തിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടെല്ലാം നന്നായിട്ടൊന്ന് വെന്തും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി. പഞ്ചസാരയുടെ അളവ് ഒരുപാട് കൂടാൻ വേണ്ടി നിൽക്കണ്ട. അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാവുന്നതാണ്. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലാത്തൊരു ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു അളവിൽ തന്നെ ഒന്ന് പഞ്ചസാര ചേർത്തേക്കണം കേട്ടോ. അതായത് ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് മധുരം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അതല്ല കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. നമ്മളിപ്പം ഈ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ കഴിക്കില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമ്മളിങ്ങനെ സാധാരണ ടൊമാറ്റോ സോസൊക്കെ അല്ലേ എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഈ ഒരു സോസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ചപ്പാത്തിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ദോശയുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാനുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിരിയാണിക്കൊപ്പം ആണെന്നുണ്ടെങ്കിലും കട്ട്ലറ്റിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളതാണ്. കുറച്ച് സമയം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബീട്രൂട്ട് നന്നായിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ടാവണം. നന്നായിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 3-4 മിനിറ്റ് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം. നമ്മളിങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വെന്ത് പോകണം. അതുപോലെ തന്നെ നമ്മുടെ എരിവ് വന്നിട്ട് നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. മധുരവും നമ്മുടെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വെള്ളം ഇതിപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എത്രത്തോളം കട്ടിക്കാണോ ഇത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തേക്കണം. നമ്മളിപ്പോൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടിരിക്കും. ഇനിയും കുറച്ചും കൂടി കട്ടിക്കാൻ നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വറ്റിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്രയും തന്നെ ഒന്ന് നിർത്തുകയാണ്. ഈ ഒരു കട്ടി തന്നെ ധാരാളം മതിയാവും. അപ്പോൾ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ നല്ല തിളയ്ക്കുന്ന ചൂടല്ലേ. ഈ ചൂടൊന്ന് മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റാം.
ചെറുതായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ചെറിയ ജാറിൻ്റെ അളവിന് മാത്രമേ നമ്മളിപ്പോൾ പെട്ടെന്ന് തീരുന്ന ആ ഒരു കണക്കിനാണ് കേട്ടോ ഇതിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് അംഗങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ രീതിക്ക് ക്വാണ്ടിറ്റിക്ക് വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്കും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതുപോലെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അതായത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമുക്ക് ഇത് വന്നിട്ട് നല്ല ചൂടോടുകൂടി ഇരിക്കുന്ന സമയത്ത് ചേർക്കാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം അല്ലാന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം കുറച്ച് സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഈ സ്പൈസി ബീട്രൂട്ട് മിക്സ് കിട്ടുന്നത്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത് നമുക്കിത് എന്തിൻ്റെ കൂടെയൊക്കെയാണ് സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ friends.